ആ കമ്മീഷണർ, കമ്മിറ്റി കൺവീനർ ആയിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ സ്ത്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്ട്, സീ ഫുഡ് തുടങ്ങിയ പല ബിസിനസ്സും ഉണ്ടാവും. ഓഹോ. ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം. സർ, സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണിവൻ. ഇല്ലടാ, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. ഒരു ന്യായമൊക്കെ കേൾക്കണ്ട. പോലീസ് കുപ്പായിട്ട് അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്ന്? മിസ്റ്റർ ഹുസൈൻ, ആ കള്ള ഇമാർ ഇൻസ്പെക്ടർ വെടിവെപ്പി പരിക്ക് പറ്റി ആസ്പത്രി കിടക്കണോടുന്ന എന്റെ ഡ്രൈവറെ പിടിച്ചോടുന്നത് അത് എന്ത് കുറ്റത്തിനാണ് എനിക്ക് അറിയണം. ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചാലും വേണ്ടില്ല, തല കുത്തി മറിഞ്ഞാലും വേണ്ടില്ല, കോനെപ്പ വിട്ട് കിട്ടണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. കേരള അങ്ങോട്ട്. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാണ്, ഒട്ടും മാനേഴ്സ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? തനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. നോ, ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ? അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും? ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബൽറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനവും ഉപയോഗിച്ച് തേഞ്ഞിക്കൽ ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്, അല്ലാതെ അതൊരു വർഗീയ കലാപമായിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. Can you prove that? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ വെടിവെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ്. സൂക്ഷിക്കണം, എടുത്തിയാടിയാൽ നമ്മളാവും പെടുക. താൻ ഇതിൽ പറയുന്ന ഒരു അന്വേഷി സഹദേവൻ അറിയില്ലേ, ഇവിടുത്തെ പാർട്ടിയുടെ സർ. അയാൾ തന്ന ലിസ്റ്റാണ്. ഹലോ, ഞാനിത് അറിയില്ല സാർ. എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാടാ. ഇഡിയറ്റ്. എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാടാ. ഇഡിയറ്റ്. ഇൻസ്പെക്ടറല്ലേ? ഇരിക്കൂ. നീ ചാടുപടി. ഷെൽട്ടറും പറ്റില്ല. നിന്റെ ഒരു
കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇരിയോടെ ബാക്കി ഞാൻ വന്നിട്ട്. ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ എസ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണോ അന്വേഷിക്കുന്നത്? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ. പ്ലീസ്. കൃഷ്ണ ജ്വല്ലേഴ്സിലാണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. അച്ഛനിപ്പോ വരാം. സിസ്റ്ററോട് കാര്യം പറയട്ടെ. സിസ്റ്റർക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിയാലോ. രാത്രി പോലും കോട്ടയത്തിൽ എത്താൻ നോക്കില്ല. അവിടേക്ക് ഇവിടെ കൊണ്ടുപോയാല് ഇല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടാവും. അവളുടെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും ഇല്ലേ സിസ്റ്റർ വിഷമം. പ്ലീസ് ഒരു 2 ദിവസത്തേക്ക് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി. മോളെ അച്ഛൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അമൃത ഇങ്ങ് വരൂ. നല്ല അടിയിട്ടു നിനക്ക്. അച്ഛനോടെ കാത്തിരിക്കാം. എന്താ ഇവിടെ? എനിക്ക് ബോർഡിങ്ങിൽ പോകണ്ട, അമ്മയുടെ കൂടെ മതി. മോൾ ഇവിടെ നിന്നോട്ടെ. കഷ്ടാണേ, ബോർഡിങ്ങിൽ ഒറ്റയ്ക്ക് എന്തിനാ അയക്കണേ? നീ ലാളിച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടി അല്ലേ മോളെ? അമ്മ എനിക്ക് പോണ്ട. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എവിടെയാണ് അമ്മ? അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? സ്റ്റേഷൻ ലെസ് ആണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ DGP ആണെന്ന് ഓർത്തോ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. നിനക്ക് എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞിരാമനാക്കണം. ഞാനിത് സഹിക്കാൻ തുടങ്ങി കുറെ കാലമായി. കള്ള കുടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിങ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറേ എന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാകരനല്ല ഇൻസ്പെക്ടർ ബലറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട ലേഡി. നീ വെറും PC സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തുകൾ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിറക്കി മയക്കി എടുത്തിട്ടിപ്പോ പിള്ളേര് കേൾക്ക. നിങ്ങൾ ഈ വൃത്തികേട് പറയാതെ. കേക്കിട്ടടി നാട്ടുകാർ മുഴുവൻ. PC ദാക്ഷായണി SI ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലമ്മ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാളുണ്ടായി. അതുകൊണ്ട് ഇയാൾക്കെന്തോ നഷ്ടം വന്നു. ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട, ഇൻസ്പെക്ടർ ബലറാം മതി. കൂടി പോകുന്നു. എങ്കിൽ ബലറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ പോയി പുറത്തോടെ നീ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാൻ പേടിപ്പിക്കാടി. എന്താ അവനൊരു ചൊരണ്ടോ? എടി ഇൻസ്പെക്ടർ ബലറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരടി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി. വ്യാക്രം കൂർക്കപ്പന്നിന്ന് പറ. റോഡിലെ കാട്ടം തിന്നുന്ന. എന്താണ് അവള് പറഞ്ഞ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നിന്ന്. പന്നിന്ന എന്ന് പറഞ്ഞ അവള്? അമ്മേ, അച്ഛൻ തോക്കെടുത്തു. എന്റെ ദൈവമേ. അയ്യോ, അതിന് നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂരെ എല്ലാത്തിനെയും 3 കൊന്ന് ഞാൻ ചാവും.
ദൈവത്തെ ഓർത്തരുതേ. നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലായിട്ട് സഹിച്ച് അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും. വേണ്ട, ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്. ആ. ഇങ്ങനെ